40 ദിവസം അതൊരു ചെറിയ കാലയളവല്ല. പുറം ലോകം കാണാതെ ജയിലറയുടെ ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന 24 മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ ജയിലിൽ എത്തിയത് ഏതെങ്കിലും മോഷണത്തിനോ പിടിച്ചുപറിക്കോ ഒന്നുമല്ല, മറിച്ച് സ്വന്തം പാർട്ടിയുടെ നേതാവിന്റെ മകൾക്കെതിരെ അന്വേഷണം വന്നപ്പോൾ അത് തടയാൻ വടിയും കമ്പും എടുത്ത് റോഡിലിറങ്ങിയതുകൊണ്ടാണ്. അന്ന് ആ വടി വീശിയപ്പോൾ തങ്ങൾ ചരിത്രം കുറിക്കുകയാണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഇന്ന് ആ പ്രവർത്തകരുടെ കുടുംബങ്ങൾ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അവർ ഇത്രയും നാൾ ജയിലിൽ കിടക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭരണവും അധികാരവും ഒക്കെ ഉണ്ടെന്ന് അഹങ്കരിച്ചവർ ഇന്ന് ജയിലിൽ, നേതാക്കൾ പുറത്ത് മൗനത്തിൽ. അതെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നത് വെറുമൊരു ചൊല്ലല്ല, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ കൈപ്പേറിയ സത്യമാണ്. എന്താണ് ഈ സംഭവം എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ആ ദിവസത്തിലേക്ക് തിരിച്ചു പോകാം. മെയ് 28 തിരുവനന്തപുരം മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരുന്നു. ആ എത്തിയ സമയം ഒരു കേന്ദ്ര ഏജൻസി വന്നാൽ സ്വാഭാവികമായും ഉണ്ടാവേണ്ട നിയമപരമായ കാര്യങ്ങൾക്കപ്പുറം അവിടെ അരങ്ങേറിയത് ഒരു മാസ് സിനിമയിലെ സംഘടനാ രംഗം പോലെയായിരുന്നു. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെ അവരുടെ നേതൃത്വത്തിൽ കയ്യിൽ കിട്ടിയ വടിയും മറ്റുമായി അണികൾ തെരുവിലിറങ്ങി പാർട്ടിയുടെ തണലിൽ EDക്ക് നേരെ വമ്പൻ ആക്രമണമാണ് നടത്തിയത്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുള്ളതല്ലേ, ഇതിനപ്പുറം കാണുമെന്ന ഭാവത്തിലായിരുന്നു അണികളുടെ ആവേശം. പക്ഷെ ആ ആവേശത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ആരും അന്ന് കരുതിയിരുന്നില്ല. ഇന്ന് കഥ മാറി. അന്ന് വടി വീശിയ 25 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ജാമ്യം കിട്ടിയത്. ബാക്കി 24 പേരും 40 ദിവസമായി അഴിയെണ്ണുകയാണ്. സാധാരണ പാർട്ടി അണികൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ വക്കീലന്മാർ ഉണ്ടാകും. പക്ഷെ ഇവിടെ EDയുടെ കക്ഷി ചേർന്നതോടെ കേസ് ഒന്നുകൂടി സങ്കീർണമായി. ഇപ്പോൾ ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ അഭിഭാഷകർ പോലും മൗനത്തിലാണ്. ജയിലിൽ കിടക്കുന്നവർക്ക് പുറത്തെ ഭരണത്തിന്റെ പവറൊന്നും കിട്ടില്ലല്ലോ. അന്ന് ആവേശത്തോടെ വീശിയ വടി ഇന്ന് അവരെ ജയിലിനുള്ളിൽ തളച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ തമാശ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ പോയ അണികൾക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. MV ഗോവിന്ദൻ, KK ശൈലജ, P ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ജയിലിലെത്തി സന്ദർശിച്ചത് ഒരുപക്ഷെ അവർക്ക് നൽകിയ ചെറിയൊരു ആശ്വാസമായിരിക്കാം. പക്ഷേ ജയിലിലുള്ളവരുടെ കുടുംബങ്ങൾ ചോദിക്കുന്നത് ഇതാണ്: അവർ ഈ ജയിലിൽ കിടന്നത് ആർക്ക് വേണ്ടിയാണ്? നേതാക്കളുടെ മകൾക്കെതിരായ അന്വേഷണം തടയാൻ പോയവർ ഇന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇത്രയും നാൾ ജയിലിൽ കിടന്നിട്ടും ആർക്ക് വേണ്ടിയാണോ അവർ ആ കഷ്ടപ്പാട് സഹിച്ചത്, ആ ഉന്നത നേതൃത്വം ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നതാണ് ഇപ്പോൾ കുടുംബങ്ങളുടെ പ്രധാന പരാതി. ഇതൊരു വലിയ പാഠമാണ്. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന ധാരണയിൽ അമിതാവേശത്തോടെ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അന്ന് റോഡിലിറങ്ങി ആക്രമണം നടത്തിയവർ ഇന്ന് ജയിലിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ടാവും, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നത് വെറുമൊരു പഴമൊഴിയല്ല, ഇവിടെ അത് അക്ഷരം പ്രതി സത്യമായിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്: അന്ന് ആ റോഡിൽ നടന്ന ആ കോമഡി സീൻ ഓർമ്മയില്ലേ? ആ കാര്യങ്ങൾ ഒന്ന് തുറന്ന് നിങ്ങൾ കാണുക. നേതാക്കളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ എവിടെയായിരുന്നു? ക്യാമറയ്ക്കും ED ഉദ്യോഗസ്ഥർക്കും ഒരു സുരക്ഷിത ദൂരത്ത്. നേതാക്കൾക്ക് കൃത്യമായി അറിയാമായിരുന്നു ED എന്നത് വെറുമൊരു പോലീസുകാരനല്ല, കേന്ദ്രത്തിന്റെ ഏജൻസിയാണ്. അവരെ തൊട്ടാൽ കളി മാറും. കളി മാറി എന്നല്ല, കളി തന്നെ തീരുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവർ ഒരു സൈഡിൽ നന്നായി അങ്ങ് മാറി നിന്നു. പക്ഷെ പാവം അണികൾ, നേതാക്കൾ മാറി നിന്നപ്പോൾ അവർ കരുതിയത് ഇതാണ് അവസരം, നമുക്ക് മാസ് കാണിക്കാമെന്നാണ്. നേതാക്കൾക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി അണികൾ വടിയും എടുത്ത് ചാടി. നേതാക്കൾക്ക് അറിയാമായിരുന്നു ഇത് തൊട്ടാൽ പൊള്ളുമെന്ന്. പക്ഷെ അണികൾക്ക് ആ വിവരം അന്ന് തലയിൽ കയറിയില്ല. ആ ദൃശ്യങ്ങൾ ഇന്ന് കാണുമ്പോൾ ചിരി മാത്രമല്ല, ഒരുതരം ധൈര്യതയാണ് തോന്നുക. അന്ന് അഹങ്കാരത്തോടെ വടി വീശിയവർ ഇന്ന് ജയിലറയ്ക്കുള്ളിൽ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും: നേതാക്കൾ സേഫായി മാറി നിന്നപ്പോൾ നമ്മൾ എന്തിനാ അന്ന് കളം നിറഞ്ഞാടിയതെന്ന്. കളി നേതാക്കൾക്ക്, പണി അണികൾക്ക്. ഇനിയാണ് ഏറ്റവും വലിയ ക്ലൈമാക്സ്. അന്ന് ആവേശത്തോടെ തെരുവിലിറങ്ങിയവർ ഇന്ന് ജയിലിലാണ്. MV ഗോവിന്ദനും KK ശൈലജയും ജയരാജനും ഒക്കെ ജയിലിൽ ഒന്ന് പോയി കണ്ടുവന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ പാർട്ടി കുടുംബങ്ങൾ അപ്പോഴും ഒരു മുഖത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണോ ഈ തല്ലും അടിയും നടന്നത്, ആർക്ക് വേണ്ടിയാണോ ഈ കേസും ജയിൽവാസവും അനുഭവിക്കുന്നത്, ആ പിണറായി വിജയൻ എവിടെ? ഇതുവരെ ഒരു തവണ പോലും ആ അണികളെ കാണാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തൊരു വിരോധാഭാസമാണല്ലേ? സ്വന്തം മകൾക്ക് വേണ്ടി ഒരു തരുമ്പെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാത്ത അണികളോട് ഒരു വാക്ക് പറയാനോ ഒന്ന് നേരിട്ട് കാണാനോ പോലും തയ്യാറാകാത്ത ഈ മൗനമുണ്ടല്ലോ, അത് ആ അണികൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ജയിലിൽ കിടന്നു, അത് നിങ്ങളുടെ ബാധ്യതയാണ്.
ഇന്നലെ വരെ തെരുവിലെ രാജാക്കന്മാരായിരുന്നു ഈ അണികൾ. ഇന്ന് ജയിലിൽ കിടന്ന് അവർ പിണറായിയെ സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം കാണുന്നത് എങ്ങനെ മകളെ ഇനിയും രക്ഷിക്കാമെന്നായിരിക്കും. ജയിലിലുള്ള പാർട്ടി കുടുംബങ്ങൾ ജില്ലാ നേതാക്കളോട് പരാതി പറഞ്ഞത് വെറുതെയല്ല. അണികൾക്ക് മനസ്സിലായി തുടങ്ങി തങ്ങൾ ഉപയോഗിക്കപ്പെടുകയായിരുന്നു എന്ന്. നേതാക്കൾക്ക് കിട്ടേണ്ട രക്ഷ കിട്ടി, അണികൾക്ക് കിട്ടിയത് 40 ദിവസത്തെ ജയിൽവാസവും. ഇനി എന്ന് തീരും എന്ന് അറിയാത്ത കോടതി കയറിയിറങ്ങലുമാണ്. രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കാൻ പോയവർക്ക് ഒടുവിൽ കിട്ടിയത് ആ രാജാവിൻ്റെ മൗനം മാത്രം. ഇതൊരു ചെറിയ സംഭവമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ട്രെൻഡാണ്. പ്രവർത്തകരെ വെറും ചൂണ്ടക്കൊളുത്തുകൾ പോലെ ഉപയോഗിച്ച് ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിക്കുന്ന രീതി. നാളെ മറ്റൊരു പ്രശ്നം വരുമ്പോൾ ഇതുപോലെ തെരുവിലിറങ്ങാൻ ആവേശത്തോടെ നിൽക്കുന്ന വേറെയും അണികളുണ്ടാകും. അവർക്കും ഈ 24 പേരുടെ ഗതി വരാതിരിക്കാൻ ഒരു ചെറിയ ബുദ്ധിയുണ്ട്. നേതാക്കൾക്ക് വേണ്ടി ചാടുന്നതിന് മുമ്പ് നേതാക്കൾ നിങ്ങളെ ഓർക്കുമ്പോൾ എന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. കാരണം രാഷ്ട്രീയം എന്നത് ഒരു വശത്തിരിക്കുന്നവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മറുവശത്തിരിക്കുന്നവൻ ബലിയാടാകുന്ന കളി അല്ലാതാകണം. അപ്പോൾ ഈ കൂട്ടർ ജയിലിൽ കിടക്കുമ്പോൾ പുറത്ത് പുതിയ തള്ളലുകളും തട്ടിപ്പുകളും നടക്കുന്നുണ്ടാകാം. പക്ഷേ ജയിലിൻ്റെ മതിലുകൾക്ക് അപ്പുറം നിന്ന് കേൾക്കുന്ന ആ ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഇനി ആര് വരും? അതിന് ഉത്തരവില്ലാത്തതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഇനി നമുക്ക് അണികളുടെ കാര്യത്തിലേക്ക് വരാം. അന്ന് ആ റോഡിൽ വടിവീശിയ സഖാക്കളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ സിനിമകളിൽ നായകന് വേണ്ടി ചാവേറുകളുമായി ഇറങ്ങുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയാണ്. നായകൻ സുരക്ഷിതമായി AC റൂമിലിരിക്കും, പക്ഷേ നമ്മുടെ അണികൾ വെയിലും മഴയും കൊള്ളാൻ റോഡിലിറങ്ങും. നേതാക്കൾക്ക് കൃത്യമായി അറിയാമായിരുന്നു ED വരുന്നത് കളി കാര്യമാക്കാനാണെന്ന്. അവർ എന്തു ചെയ്തു? സൈഡിൽ കൂടി പതുക്കെ മുങ്ങി. അപ്പുറത്ത് പാവം അണികൾ ED ഉദ്യോഗസ്ഥരെ തല്ലി ജയിലറ എന്ന സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്തു. ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നത് എവിടെയാണെന്നറിയാമോ? ആ അണികളുടെ മുഖത്താണ്. എന്ത് ആവേശമായിരുന്നു EDയെ ആക്രമിക്കാൻ. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ സീറ്റ് കിട്ടുമെന്നാണോ ആ പാവങ്ങൾ കരുതിയത്? അവസാനം കിട്ടിയതോ 40 ദിവസത്തെ തടവും മടുപ്പിക്കുന്ന ജയിൽ ഭക്ഷണവും കോടതിയുടെ പെർമിഷൻ കാത്തിരിക്കുന്ന അവസ്ഥയും. അന്ന് ആ ആവേശത്തിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തവർ ഇന്ന് ജയിലിൽ കഞ്ഞി കുടിക്കുമ്പോൾ നേതാക്കൾ പുറത്ത് വേറെ ഓപ്പറേഷൻ നടത്തുകയായിരിക്കും. ഇതാണ് സഖാക്കളെ രാഷ്ട്രീയം. നേതാക്കൾക്ക് വേണ്ടി വടിയെടുക്കുന്നതിന് മുമ്പ് ഒന്നാലോചിക്കുക. നിങ്ങളെ അവർ ഒരു കണക്റ്റിംഗ് ഡോട്ടായിട്ടേ കാണുന്നുള്ളൂ. നിങ്ങൾ അകത്തായാൽ നേതാക്കൾക്ക് അത് വെറുമൊരു ന്യൂസ് മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആവേശമൊന്ന് കുറയ്ക്കുക, സ്വയം ഒന്ന് സൂക്ഷിക്കുക. നേതാക്കൾക്ക് വേണ്ടി ജയിലിൽ കിടന്നാൽ നാളെ വലിയ പദവി കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ ചരിത്രം എടുത്തു നോക്കിയാൽ ഇത്തരം സംഭവങ്ങളിൽ അകത്താകുന്നവർ വെറും ഓർമ്മക്കുറിപ്പുകൾ മാത്രമായി മാറുകയാണ്. നേതാക്കളുടെ ഡയറിയിൽ പോലും ഇവരുടെ പേരുണ്ടാവില്ല. അത്രയേ ഉള്ളൂ ഈ രാഷ്ട്രീയത്തിലെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. പുറത്തിറങ്ങുമ്പോൾ പഴയ ആവേശം ബാക്കിയുണ്ടാകുമോ അതോ പണി പാളി എന്ന തിരിച്ചറിവ് ബാക്കിയാകുമോ? അതും കാലം തെളിയിക്കും. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.